ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ രേഖകൾ നോക്കുമ്പോൾ 2019 ആണ് സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയി 39 ദിവസം കയ്യിൽ വെച്ച് അത് കൈമോശം വരുത്തി അവിടെ നിന്ന് സ്വർണ്ണാപഹരണം നടന്നിട്ടുള്ളത്. 2024 മുതൽ സമാനമായ പദ്ധതി നടപ്പാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിക്കുന്നുണ്ട്. അതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിന്റെ സഹായവും ഇനീഷ്യേറ്റീവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ തിരുവാഭരണം കമ്മീഷണർ രണ്ടാം തവണ, അതായത് 2024-25 കാലയളവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം കൊടുത്തുവിടാൻ തയ്യാറായിട്ടില്ല, ഈ പാളികൾ കൊടുത്തുവിടാൻ തയ്യാറായിട്ടില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടാതിരിക്കാൻ ഇടയാക്കിയത് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം തിരുവാഭരണ കമ്മീഷണർ എടുത്തിട്ടുള്ള നടപടിയാണ് എന്ന് രേഖകൾ സമിതം വ്യക്തമായിട്ടുണ്ട്. തിരുവാഭരണ കമ്മീഷണർ നിലപാട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ഈ കാര്യത്തിൽ അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തെറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു എന്ന് പറയാനില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡ് കാണിച്ച ജാഗ്രത കൊണ്ടല്ലേ ഈ സ്വർണ്ണാപഹരണം ആവർത്തിക്കപ്പെടാതിരുന്നത്? എന്ത് ജാഗ്രത കാട്ടിയെന്നാണ് പറയുന്നത്? ബഹുമാന്യനായ BN ഹസ്കർ ചില കാര്യങ്ങളിലൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. അഭിലാഷേ, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താ? നമ്മുടെ ഡെമോഗ്രഫിയിൽ ഏതാണ്ട് കേരളത്തിൽ പകുതിയോളം വരുന്ന ഒരു പ്രബല ജനവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ, അധികാരത്തിൻ്റെ മറവിൽ നടന്ന കൊള്ളയെ പറ്റിയിട്ടായി സംസാരിക്കുന്നത്. അതിൽ സൂപ്പർവൈസറി ലാബ്സ് എന്നാണ് ബഹുമാന്യനായ ഇടതുപക്ഷ സഹയാത്രിയും പറയുന്നത്. സാർ, നിങ്ങൾക്ക് ഇത്ര ലാഘവത്തോടെ ഈ വിഷയത്തെ എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? താങ്കൾ ഒരു ചോദിക്കുന്നുണ്ട്, ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡും വളരെ ക്ലീൻ ആണെന്നാണ് പറയുന്നത്. സാർ, കോടതി നിലവിലുള്ള ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തി നാക്ക് വായിലിട്ടിട്ട് 5-6 ദിവസമായിട്ടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന SIT ഉണ്ടല്ലോ, ഈ SITയുടെ റിപ്പോർട്ട് നിങ്ങൾ പറയുന്ന ഗവൺമെന്റിനോ ദേവസ്വം ബോർഡിനോ അല്ല കൊടുക്കാൻ പറഞ്ഞത്. കോടതി സീല് വെച്ച കവറിൽ കോടതിയുടെ മുമ്പിലാണ്. കാരണം അത്രയ്ക്കേ ഉള്ളൂ ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും അവർക്ക് വിശ്വാസം. ഈ ഹസ്കർ ദേവസ്വം ബോർഡ് മെമ്പർമാരെ പുകഴ്ത്തി പറയുമ്പോൾ എനിക്ക് അത്ഭുതം. സാർ, ഇടതുപക്ഷത്തിൻ്റെ ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ചാനലിൻ്റെ മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? പ്രശ്നങ്ങളുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, ഇടതുപക്ഷത്തിൻ്റെ മുൻ ഒരു മന്ത്രി ശ്രീ സുധാകരൻ, ഏറ്റവും വലിയ അഴിമതി നടക്കുന്നു ദേവസ്വം ബോർഡുകളിൽ. ഇത് പറഞ്ഞ് താങ്കൾ തന്നെയാണ് പറയുന്നത് ദേവസ്വം ബോർഡെല്ലാം വളരെ ക്ലിയർ ആണെന്നുള്ളത്. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം അറിവോടുകൂടിയാണ് ഇത് നടന്നതെന്ന് പറയാൻ മാത്രം വിഡ്ഢിത്തരം താങ്കൾക്കുണ്ടെന്ന് ഞാൻ മനഃപൂർവ്വം അത്രയും ഒരു വിഡ്ഢിത്തരം പറയുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ ആരെയാണ് അലക്കി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഈ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വം അറിയാതെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇത് ദേവസ്വം ബോർഡിൽ ഒതുങ്ങില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് ഗവൺമെൻറ്റുകൾ. താങ്കൾ പറഞ്ഞു അതൊരു ഓട്ടോണമസ് ബോഡിയാണ്, ഗവൺമെന്റിന് യാതൊരു കാര്യവുമില്ല. സാർ, അവിടെ ഒരു അയ്യപ്പ സംഗമം ഇപ്പോൾ നടന്നല്ലോ. നിങ്ങളല്ലേ ഗവൺമെന്റ് നേരിട്ടില്ലേ അതിനകത്ത് ഇടപെട്ടത് എല്ലാ കാര്യത്തിലും? അപ്പോൾ അയ്യപ്പ സംഗമം നടത്താനും ഒരു സമയത്ത് ബിന്ദു അമ്പിണിമാരെ ശബരിമല കയറ്റാൻ, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശബരിമല കയറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കറ കഴുകിക്കളയാൻ വേണ്ടി നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുമ്പോഴും ഗവൺമെന്റിനും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ കുമരകത്ത് പോയിട്ട് 25,000-30,000 രൂപ വാടകയുള്ള മുറി എടുത്തുകൊണ്ട് 8 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് 1,60,65,000 രൂപ വെച്ച് ചെലവാക്കാനും ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വന്ന് പറയുകയാണ് ദേവസ്വം ബോർഡിൻ്റെ വിഷയങ്ങൾ ഇതൊന്നും ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം മന്ത്രിയെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇരട്ടത്താപ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് രാഷ്ട്രീയമായിട്ട് മുതലാക്കിയത് നിങ്ങളാണ്. മാറി മാറി വന്ന്, ഞാനിത് ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഞങ്ങളിത് കൃത്യമായി ജനമധ്യത്തിൽ പറയുമ്പോൾ കാലാകാലങ്ങളിലായി ഈ നാട്ടിലെ, ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ അവൻ്റെ ആരാധനാലയങ്ങളിൽ ഗവൺമെന്റിൻ്റെ അധികാരത്തിൻ്റെ മറവിൽ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ നടത്തിയിട്ടുള്ള കൊള്ളവെപ്പിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. അത് നിങ്ങൾ ഈ സൂപ്പർവൈസറി ലാബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിത് ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. പക്ഷെ പാവപ്പെട്ട വിശ്വാസിയുടെ മനസ്സിൽ തറച്ചിട്ടുണ്ട് സാർ ഇത്. ഈ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചുള്ളൂ, നിങ്ങൾക്ക് കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഈ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല സാർ, എന്തുകൊണ്ടാണ് ഈ ബോർഡിന് വിഷയം വരുന്നത്? ശ്രീ അഭിലാഷിന് എനിക്ക് ഇത്തിരി സമയം കൂടെ തരണം. ഇന്നൊരു വിഷയം പുറത്ത് വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ആറന്മുളക്കാരനാണ്, ആറന്മുള പരിസരത്തുള്ള ആളാണ്. അവിടെ ഇന്നൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ അഷ്ടമിരോഹിണി നാളിൽ നടന്ന വള്ളസദ്യയുടെ വിഷയമാണ്. അവിടെ ഈ മന്ത്രിയുടെ ഒന്നും പ്രശ്നമല്ലെന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മന്ത്രിയായാലും ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ശബരിമല ശ്രീകോവിലിൽ നിന്ന് കൊടുക്കുന്ന തീർത്ഥം പോലും സാനിറ്റൈസർ കൈ കഴുകുന്ന പോലെ ആ തിരുനടയിൽ നിന്ന് കൈ കഴുകിയിട്ടുള്ളവരാ.
ദേവസ്വം ബോർഡ് മന്ത്രി ഇപ്രാവശ്യം ഈ കഴിഞ്ഞ അഷ്ടമിരോഹിണി നാളിൽ ആറന്മുള അമ്പലത്തിൽ വന്നിട്ട് അവിടുത്തെ ആചാര ലംഘനം നടത്തിയെന്ന് തന്ത്രി പറഞ്ഞിരിക്കുക. ഇന്ന് ആ വാർത്ത പുറത്തു വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 2 ചാനലിൽ ഇന്ന് ആ വിഷയം ചർച്ച ചെയ്യുക. അതായത് അഷ്ടമിരോഹിണി നാളിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിറന്നാളായിട്ടാണ് എല്ലാവരും കാണുന്നത്. ആ പിറന്നാൾ ആചരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് നിവേദ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി വിളമ്പി ചോറ്. അതിൽ മന്ത്രി തന്നെ പറയുന്ന കാര്യമുണ്ട്. രാഷ്ട്രീയ പരിപാടിക്ക് ഷാജിരാഘവൻ ഈ തന്ത്രി ഇടപെട്ടു ഈ വിഷയത്തിൽ. ഇന്ന് തന്ത്രി അടക്കമാണ് പരിഹാരക്രിയകൾ പറഞ്ഞിരിക്കുക. ഞാൻ ഈ പറഞ്ഞതിന്റെ തന്ത്രി അടക്കമാണ് വിളമ്പിയത് എന്ന് പറയുന്നു. അപ്പോ തന്ത്രിക്ക് അപ്പോ അറിയില്ലായിരുന്നോ ആചാര ലംഘനമാണ് എന്ന് മാത്രല്ല പള്ളിയുടെ സേവാ സംഘങ്ങളും പറയുന്നു അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന്. തന്ത്രിയുടെ പണി അതല്ല അഭിലാഷ്, അത് തെറ്റാണ്. തന്ത്രിയുടെ പണി അതല്ല. അത് താങ്കൾക്ക് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അല്ല, ഇന്ന് മന്ത്രി പറയുന്നു വിളമ്പാറില്ല. അവിടുത്തെ നടപടിക്രമങ്ങൾ അറിയുന്നവർക്കറിയാം. തന്ത്രി എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അവിടുത്തെ ഈ പറയുന്ന ദേവസ്വത്തിന്റെ ആൾക്കാരുണ്ട്. കാരണം മന്ത്രി വന്ന് നിന്നാൽ ദേവസ്വത്തിലെ ചുമതലക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ശമ്പളം മേടിക്കുന്നവരാണ് അവിടുത്തെ മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ. അവർക്കതിനെ നിഷേധിക്കാൻ പറ്റുമോ? ശമ്പളം കൊടുക്കുന്ന പൊന്നുതമ്പുരാൻ ആണ് അവിടെ വന്ന് നിൽക്കുന്നത്. അതിന് മുമ്പിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് പ്രസക്തിയാണുള്ളത്? ഞാനിത് പറഞ്ഞത് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ നിലപാടുള്ളവനാണ് ഈ അമ്പലങ്ങളിൽ ഭരിക്കുന്നതെന്നേ. ഏത് മുന്നണി വന്നാലും വിശ്വാസികളല്ല ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് വലിയ ബാനറിലാണ്, വലിയ ബാക്ക്ഡ്രോപ്പിലാണ്. ആ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആരാധനാലയങ്ങളിൽ മാത്രം ഈ ശുദ്ധ തോന്നിവാസങ്ങൾ നടക്കുന്നു? ശുദ്ധ തോന്നിവാസം നടന്നു കഴിഞ്ഞ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും പറയുന്നത് എന്താ പറയുക, സൂപ്പർവൈസറി ലാബ്സ് ആണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. എത്ര മര്യാദഘട്ട രീതിയിലാണ് ഈ വിഷയങ്ങളെ ഇവരിപ്പോഴും അവതരിപ്പിക്കുന്നതെന്നറിയോ? മാന്യതയുണ്ടെങ്കിൽ ഈ നാട്ടിലെ വിശ്വാസികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ 2 മുന്നണികളുടെയും നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷക്കാലം ഞാൻ ഒരു മുന്നണിയെ മാത്രമല്ല പറയുന്നത്, എല്ലാ മുന്നണികളും ഈ വിഷയങ്ങളിൽ ശബരിമലയും ദേവസ്വം ബോർഡുകളെയും ഈ ബോർഡ് മാത്രമല്ല കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലും മാറി മാറി വന്നിട്ടുള്ള മുന്നണികളും ഗവൺമെൻറ്റുകളും അവരുടെ ദേവസ്വം ബോർഡിൽ കാട്ടിയിട്ടുള്ളത് ഇതേ അഴിമതിയാണ്. ഇത് മുഴുവൻ അന്വേഷിച്ചുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസം നേടാനും അവൻ്റെ ആരാധനാലയങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ സംരക്ഷിക്കപ്പെടും എന്നുള്ള വിശ്വാസം അവന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ കൃത്യമായ അന്വേഷണം വേണം. നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം അഭിലാഷേ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശബരിമലയിൽ ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? കൃത്യമായി ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും അവസാനം സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജിയെ പോലും വെക്കുന്നത് എന്തെന്നറിയോ? അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ തെറ്റാണ്, മോശമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇത്രയും സർവേലൻസ് ഉള്ള, ഇത്രയും നിരീക്ഷണമുള്ള ശബരിമലയിലാണ് ഈ പറയുന്ന കൊള്ളയും കള്ളത്തരവും മോഷണവും കക്കലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ബാക്കി ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ മണിക്കൂറുകളിൽ പോലും ഓരോ ക്ഷേത്രത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ മോഷ്ടിക്കപ്പെട്ട സ്വത്തിന്റെയും മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തുവകളുടെയും കണക്കുകളല്ലേ പുറത്തു വരുന്നത്. ഇതൊക്കെ പാവപ്പെട്ട വിശ്വാസികൾ സമർപ്പണം ചെയ്തതാ. അല്ലാതെ ഈ രാഷ്ട്രീയക്കാരനും ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഏതെങ്കിലും കച്ചവടമോ ബിസിനസ്സോ നടത്തി ഉണ്ടാക്കിയ ആസ്തി അല്ലിത്. പാവപ്പെട്ടവന്റെ സമർപ്പണം, ആ വിശ്വാസത്തിന്റെ അവന്റെ മൂല്യത്തെയാണ്, അല്ലെ അവന്റെ വിശ്വാസത്തിന്റെ സമർപ്പണത്തെയാണ് ഇവൻ കൊള്ളയടിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.